ഹലോ മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ മക്കളുടെ എല്ലാവരുടെയും ചോദ്യം എന്ന് പറയുന്നത്, സാറേ ഏതൊക്കെ ചാപ്റ്റർ എന്നാ ചോദ്യങ്ങളുള്ളത്, എത്ര മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്, എക്സാമിനേഷന്റെ പാറ്റേൺ എങ്ങനെയാ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങൾ മാത്രമാണ് ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷന്റെ കാര്യത്തിലേക്ക് നമുക്ക് നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5 ടൈപ്പ് ക്വസ്റ്റ്യനുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റും. അവിടെ 1 മാർക്കിന്റെ 5 ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുകൾ ആയിരിക്കും ഉണ്ടാവുക. ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകൾ അവിടെ കാണാം. അത് കഴിഞ്ഞിട്ട് 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. നമ്മുടെ 2022 വരെയുള്ള പാറ്റേണുകളിലാണ് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 2023 മുതൽ എന്താക്കിയിട്ടുണ്ട്, 3 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. 3 മാർക്കിന്റെ ഏകദേശം 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിലൊരു 8 എണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. പിന്നെ 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 4 മാർക്കിന്റെ 12 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 10 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. പിന്നെ 5 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഈ എസ്എ ക്വസ്റ്റ്യൻ 2 ഉണ്ടായിരിക്കുക. 5 മാർക്കിന്റെ 2 എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ 2 ക്വസ്റ്റ്യനുകളും ജിയോഗ്രഫിയുടെ ഭാഗത്തു നിന്ന് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നാണ് 6 മാർക്കിന്റെ 2 എസ്എ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. എസ്എകൾ നിങ്ങൾക്ക് പതിവ് പോലെ അറിയാം. ഓരോന്നും എന്ത് ചെയ്താൽ മതി, ഓരോന്ന് മാത്രം എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ അതിൽ 1 എഴുതുക, 6 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ അതിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 1 എഴുതിയാൽ മതി. ആക്ച്വലി എക്സാമിനേഷന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് ഏതൊക്കെ ചാപ്റ്ററുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഫസ്റ്റ് ടൈമിലെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമോ എന്ന ഒരു ക്വസ്റ്റ്യൻ. മക്കളെ, ഫസ്റ്റ് ടൈമിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 20% ചോദ്യങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ടൈമിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. 20% ചോദ്യം എന്ന് കേൾക്കുമ്പോൾ മക്കൾ ആലോചിക്കുന്നുണ്ടാവും, 80 മാർക്കിന്റെ 20% 16 മാർക്കിന്റെ ചോദ്യങ്ങൾ. അല്ലേ സർ? അല്ലടാ, 80 മാർക്കല്ല ആലോചിക്കേണ്ടത്. ഓപ്ഷൻ ക്വസ്റ്റ്യനുകൾ കൂടെ നോക്കുന്ന സമയത്ത് 105 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മുടെ മുമ്പിൽ കിട്ടുക. അതുകൊണ്ട് തന്നെ അതിൽ 21 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് ടേമിന്റെ ഭാഗത്തു നിന്നായിരിക്കും. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു പാറ്റേൺ എടുത്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, നമ്മുടെ ആദ്യം ഹിസ്റ്ററിയുടെ കാര്യം തന്നെ പറയാലോ. റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, അവിടുന്ന് 3 മാർക്കിന്റെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് ഇൻ 20th സെഞ്ചുറി, അവിടുന്ന് ഒരു 3 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കുറവായിരുന്നു. 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഇവിടെ നിന്ന് 4 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ടേമിന്റെ ഭാഗം. അതേസമയം സെക്കൻഡ് ടേം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് സെക്കൻഡ് ടേമിന്റെ ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ സംസ്കാരവും ദേശീയതയും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ചോദ്യങ്ങൾ. 11 മാർക്കോളം മക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിൽ നിന്നും 11 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. മേ ബി നമ്മുടെ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിൽ നിന്നും എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. നമ്മുടെ ആൾട്ടർനേറ്റീവ് പാർട്സ് അല്ലെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നാഷണൽ മൂവ്മെന്റ്സുകളൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് എസ്എ ക്വസ്റ്റ്യനുകളൊക്കെ സാധാരണ കാണുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് 9 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിലേക്ക് അവിടെ നിന്നും മേ ബി ഒരു എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ വരാം. നമ്മുടെ സയൻസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, എക്കണോമിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇന്ത്യയുടെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ വരുന്ന ഡെവലപ്മെന്റ്സ് ഏരിയാസ്, അവിടെ നിന്ന് അല്ലെങ്കിൽ സ്പേസ് റിസർച്ച് ഏരിയയിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, മേ ബി ചിലപ്പോൾ എസ്എ ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യാറുണ്ട്, എടുത്ത് ചോദിക്കാറുണ്ട്. കേരള ടുവേർഡ്സ് മോഡേണിറ്റി നമുക്കറിയാം പരീക്ഷയ്ക്ക് എന്തില്ല, ഇല്ല. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഒരു 8 മാർക്കിന്റെ ചോദ്യം, സിവിക് കോൺഷ്യസ് എന്ന് ഒരു 4 മാർക്കിന്റെ ചോദ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ്, സിവിക് കോൺഷ്യസ് എന്ന് പറയുന്ന പൗരബോധം എന്ന് പറയുന്ന ചാപ്റ്റർ ആക്ച്വലി ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിനൊരു 4 മാർക്കിന്റെ ചോദ്യമാണ്. ഹിസ്റ്ററിയുടെ മൊത്തമായിട്ടുള്ള കാര്യം പറയാവുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, ഹിസ്റ്ററിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏതാണ്, കൾച്ചർ ആൻഡ് നാഷണലിസം, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ 4 ചാപ്റ്ററുകൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സിവിക് കോൺഷ്യസ് പഠിക്കണ്ട എന്നല്ല, അവിടെ നിന്ന് ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതെന്തായിരിക്കും, മാർക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നേരെ ജിയോഗ്രഫിയുടെ കാര്യം പറയുകയാണെങ്കിലോ, ജിയോഗ്രഫിയുടെ കാര്യത്തിൽ നമ്മുടെ ഫസ്റ്റ് ടേമിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ജിയോഗ്രഫിയിൽ നമ്മുടെ സീസൺ ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്റർ, ഋതുഭേദങ്ങളും സമയവും എന്ന് പറഞ്ഞ ചാപ്റ്റർ, അവിടെ നിന്ന് ഒരു 3 മാർക്ക് ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറഞ്ഞ ചാപ്റ്റർ, അവിടെ നിന്ന് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, 4 മാർക്കിന്റെ ചോദ്യം. അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ടേമിന്റെ കഴിയുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ടേം, ഇവിടെയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ ദ മാപ്സ് എന്ന് പറയുന്ന ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇവിടെ നിന്ന് 12 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ മാർക്കിന്റെ ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ അതായിരിക്കും നമ്മുടെ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ ദ മാപ്സ് എന്ന് പറയുന്നത്. പിന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ചാപ്റ്റർ, ഇവിടെ നിന്ന് 9 മാർക്കിന്റെ ചോദ്യവും. ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന് 12 മാർക്കിന്റെ ചോദ്യവും. ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, നമ്മുടെ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ്.
പക്ഷേ ഈ ഒരു ചാപ്റ്റർ ക്രിസ്മസ് എക്സാമിനേഷന് തൊട്ട് മുമ്പായിട്ട് പല സ്കൂളുകളിലും കഴിയാത്തത് കൊണ്ടും ഡിസംബറിലെ ഒരു ഭാഗമായതുകൊണ്ടും ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. ഒരു 5 മാർക്കോളം വരുന്ന ചോദ്യങ്ങളാണ് നോർമലി നമ്മൾ അവിടുന്ന് കാണാറുള്ളത്. സോ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങളോട് എനിക്ക് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കോട് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ മക്കൾ പ്രാധാന്യം കൊടുക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമിന്റെ ഭാഗം തന്നെയാണ്. ഫസ്റ്റ് ടേമിന്റെ ഭാഗത്ത് നിന്ന് 20% ചോദ്യങ്ങൾ ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നന്നായിട്ട് റെഫർ ചെയ്യേണ്ട ഭാഗം നമ്മുടെ സെക്കൻഡ് ടേമിന്റെ ഭാഗമാണ്. അവിടെ നിന്നായിരിക്കും എസ്എ ക്വസ്റ്റ്യനുകൾ 2 ഹിസ്റ്ററിയിലാണെങ്കിലും ജിയോഗ്രഫിയിലായിരിക്കും ഉണ്ടായിരിക്കുക. കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന ഭാഗവും അവിടെ തന്നെയാണ് എന്ന് കരുതിയിട്ട് ഫസ്റ്റ് ടൈം ഒഴിവാക്കാവോ? ഇല്ല, ഫസ്റ്റ് ടൈം ജസ്റ്റ് എന്ത് ചെയ്യാം, മക്കളെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി. നിങ്ങൾക്കുള്ള എല്ലാ റിവിഷൻ ക്ലാസ്സസും അതുപോലെ തന്നെ റിവിഷൻ മെറ്റീരിയൽ, ടോപ്പിക്കുകൾ, കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സൈലത്തിന്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ഈ ചാനലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഞാൻ വീണ്ടും പറയാണ്, ക്ലാസ്സുകൾ മിസ്സാക്കരുത്. നിങ്ങൾ ആർട്സ്, സ്പോർട്സ് പ്രോഗ്രാംസുകൾക്കെല്ലാം പോയിട്ടില്ലേ? ആ സമയത്തെല്ലാം പല ചാപ്റ്റേഴ്സുകളും മിസ്സായിട്ടില്ലേ? പല ടോപ്പിക്കുകളും മിസ്സായിട്ടില്ലേ? ഈ ചാനലിൽ തൊട്ട് താഴേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. നമ്മുടെ പ്ലേ ലിസ്റ്റ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓരോന്നിൻ്റെയും ഓരോ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ കൃത്യമായിട്ട് മക്കൾ പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാമിന് നമ്മൾ A+ തന്നെ നേടണം. അത് നമ്മുടെ മെയിൻ എക്സാമിനേഷനിൽ ഒരു കോൺഫിഡൻസ് ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.